കടുത്ത തീരുമാനവുമായിട്ട് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തവണ സത്യത്തിൽ ട്രംപ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാജ്യാന്തര ക്രിമിനൽ കോടതിക്കെതിരെയാണ് ഇപ്പോൾ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. വെറുതെ എത്തുക മാത്രമല്ല, ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഓർഡർ ഇപ്പോൾ ട്രംപ് ഒപ്പുവെച്ചിരിക്കുകയാണ്. കാരണമായി പറയുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതവും നിയമവിരുദ്ധവുമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നുമാണ്. അതായത് അന്താരാഷ്ട്ര കോടതിയുടെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അതിനെ ഇപ്പോൾ ഉപരോധത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കുന്ന ഒരു മനുഷ്യൻ കൂടി താങ്ങ് അപ്പുറത്തേക്കുണ്ട്. ആരെന്നല്ലേ? സാക്ഷാൽ നമ്മുടെ വ്ളാഡിമിർ പുടിൻ. പുടിനെ പിടിച്ച് തുറുങ്കിലടയ്ക്കാൻ ഉത്തരവിട്ട അന്താരാഷ്ട്ര കോടതിക്കാണ് ഇപ്പോൾ ട്രംപിന്റെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത്. സത്യത്തിൽ വല്ലാത്ത നടപടികളും നിലപാടുകളും ഒക്കെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതായത് ട്രംപിന്റെ പല തീരുമാനങ്ങളും ഇപ്പോൾ റഷ്യക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നുണ്ട്, ചിലത് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നുണ്ട്, ചിലത് പണിയായിട്ടും വരുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ട്രംപ് യഥാർത്ഥത്തിൽ പോരാടുന്നത് ഈ വിദേശ രാജ്യങ്ങൾക്കെതിരെയാണോ അതോ തന്റെ തന്നെ രാജ്യത്തുള്ള തനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അന്താരാഷ്ട്ര കോടതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടന ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഓർഗനൈസേഷൻസ് ആണ്. അവിടെ എല്ലാം തന്നെ ട്രംപ് കയറി പണിയുന്നുണ്ട്. രാജ്യാന്തര ക്രിമിനൽ കോടതിക്കുള്ള സാമ്പത്തിക സഹായം കൂടി ഇപ്പൊ നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, US പ്രവർത്തിക്കുന്ന ഈ കോടതിയുടെ പ്രതിനിധികളെയും കുടുംബങ്ങളെയും US നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ഇവരുടെ വിസ റദ്ദാക്കുമെന്നും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുകയാണ്. അമേരിക്കയുടെ പരമാധികാരത്തിൽ കടന്നു കയറാൻ ഒരു മനുഷ്യനെയും ഒരു സ്ഥാപനത്തെയും അംഗീകരിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ നടപടി എന്നതും ശ്രദ്ധേയമാണ്. നെതന്യാഹുവിനെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ കടുംവെട്ട്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ലോകാരോഗ്യ സംഘടന, പാരീസ് കാലാവസ്ഥാ ഉടമ്പടി, UN മനുഷ്യാവകാശ സമിതി, UN റിലീഫ് വർക്ക് ഏജൻസി എന്നിവയിൽ നിന്നാണ് ആദ്യം പിന്മാറിയത്. ഇപ്പോഴിതാ അന്താരാഷ്ട്ര കോടതിക്ക് തന്നെ, ക്രിമിനൽ കോടതിക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു പണി കൊടുത്തിരിക്കുകയാണ്, ഉപരോധത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് കടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ടേമിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്രോ അമേരിക്കൻ ഇസ്രായേൽ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതായത് ഒരേ സമയത്ത് അമേരിക്കയുടെ താല്പര്യങ്ങളെയും ഇസ്രായേലിന്റെ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സമീപനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാറുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. എന്തായാലും വ്ളാഡിമിർ പുടിന് സന്തോഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ഇത്. കാരണം പുടിനെതിരെയും ഒരു അറസ്റ്റ് വാറണ്ട് അന്താരാഷ്ട്ര കോടതി പുറപ്പെടുവിച്ചാണ്. പൊതുവെ പുടിൻ ഇതിനെയൊന്നും വകവയ്ക്കാറില്ല, വെറും കോമഡി ആയിട്ടേ കണ്ടിട്ടുള്ളൂ. എന്നാൽ പോലും വെറുതെ പുടിന് കണ്ട് ആസ്വദിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചുറ്റിനും നടക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.